എങ്ങനെ ഈ ബുക്കിലേക്ക് എത്തിച്ചേർന്നു? എന്ത് ഇമ്പാക്റ്റ് ആണ് ഈ ബുക്ക് ഉണ്ടാക്കിയത്? ഇത് ഈ ബുക്കിലേക്ക് എത്തിച്ചേർന്നത് എൻ്റെ ഒരു ഫൈനാൻഷ്യൽ ജേണി ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സമയങ്ങളിലും. കാരണം നമ്മളൊരു ജോലി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മടുത്ത് ഇങ്ങനെ മുന്നോട്ട് എങ്ങനെ പോകണം, എന്താണ് വേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ ആണ് ഈ ബുക്ക് എൻ്റെ കയ്യിൽ എത്തിപ്പെട്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ലൈഫിൽ നമ്മൾ എത്രത്തോളം ദുരിതം പിടിച്ചൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 9 to 5 എന്ന് പറയണം ആ ഒരു ജോലി, അതിലേക്കൂടെ നമ്മൾ മെൻ്റലി ഒത്തിരി ഡ്രെയിനായി അതിൻ്റെ എല്ലാ നെഗറ്റീവ് സൈഡിൽ കൂടിയും കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ ബൈബിൾ പോലെ കൊണ്ടുവന്നു. ഇങ്ങനെ ഓപ്ഷൻസ് ജീവിതത്തിലുണ്ടോ എന്ന് കാണിച്ചു തന്നത്. ബുക്ക് ഞാൻ എടുത്ത് വായിച്ചു. ഒരു വലിയ ബുക്കാണ് ആക്ച്വലി, ഇതൊരു ചെറിയ ബുക്കൊന്നുമല്ല, അത്യാവശ്യം ഒരു മാസീവ് റീഡാണ്. പക്ഷേ എൻ്റെ ലൈഫ് അപ്സൈഡ് ഡൗൺ ആക്കിയതിൽ ഈ ബുക്കിൻ്റെ പങ്ക് ചെറുതല്ല. കാരണം എനിക്ക് ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആവണം, ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ എനിക്ക് ജീവിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവണം, ഒരു ഫ്രീഡം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ ബുക്കിൽ നിന്ന് പഠിച്ചത്. മണി, പൈസ എന്ന് പറയുന്ന സംഭവം, ഫ്രീഡം എന്ന് പറയുന്ന സംഭവം, മൂന്നാമത്തെ ബിസിനസ് എന്ന് പറയുന്ന സാധനം. ആ മൂന്നിനെയും വേറൊരു ആംഗിളിൽ കൂടെ ഞാൻ കാണാതൊരു ആംഗിളിൽ കൂടെ എനിക്ക് പറഞ്ഞ് വായിച്ച് തന്നൊരു പുസ്തകമാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല.